T20 വേൾഡ് കപ്പ് 2026 അവസാനിച്ചു. ഇന്ത്യ വിന്നറായി. ഇനി ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഏകദിന വേൾഡ് കപ്പാണ്. അത് നടക്കുന്നത് 2027 ഇനി ഇന്ത്യയുടെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനായിട്ടാണ്. അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ നിങ്ങളെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതാ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. സഞ്ജു ഇഷാനും ഏകദിനത്തിലും ഓപ്പണിംഗ് സ്ലോട്ട് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇനി IPL തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളൂ. IPL കഴിഞ്ഞ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഏകദിന ലോകകപ്പാണ്. അതുകൊണ്ട് പുതിയൊരു ടീമിനെ വാർത്തെടുക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതാ 3 താരങ്ങൾക്കാണ് സ്ഥാനം നഷ്ടമായിരിക്കുന്നത്: ഋഷഭ് പന്ത്, രാഹുൽ, ജഡേജ. ഈ 3 താരങ്ങളെ ഒഴിവാക്കും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ അത് രാഹുൽ തന്നെയായിരുന്നു ഇതുവരെ. പക്ഷെ രാഹുലിന് 34 വയസ്സുണ്ട്. ഇനി വരുന്ന കളികളിൽ രാഹുൽ ഫോം ഔട്ടായ അവിടെ സഞ്ജുവിനായിരിക്കും ചാൻസ് ലഭിക്കുക. അതുപോലെ ജഡേജയ്ക്ക് ഇനി അവസരം ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ടെസ്റ്റിലേക്ക് മാത്രം ഒതുക്കാനാണ് ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നത്. നിലവിൽ ജഡേജ ഔട്ട് ഓഫ് ഫോമാണ്. അതുകൊണ്ട് തന്നെ ജഡേജയ്ക്ക് ഇനി ഒരു അവസരം ഏകദിനത്തിൽ കൊടുക്കേണ്ടതാണ് ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നത്. ഋഷഭ് പന്തിന് ഏകദിനത്തിൽ വലിയ റെക്കോർഡില്ല. അതുകൊണ്ട് ടെസ്റ്റ് മാത്രം ഒതുക്കാനാണ് ടീം മാനേജ്മെൻറ്റ്. ടീമിലേക്ക് പുതിയൊരു താരം വരുന്നു. വേറെ ആരുമല്ല, മലയാളി സൂപ്പർ സ്റ്റാർ സഞ്ജു ഈഷാൻ. 2 താരങ്ങൾ വരുന്നു. സഞ്ജുവിനോടാണ് BCCIക്ക് കൂടുതൽ താല്പര്യം. കാരണം IPL കളിച്ചിട്ട് കാര്യമില്ല. ഒരു ടൂർണമെൻറ്റ് വരുമ്പോൾ ഒരു ടീമിന് ഒരു പ്ലെയറിൻ്റെ ക്ലാസ് മനസ്സിലാക്കുന്ന സമ്മർദ്ദഘട്ടത്തിൽ സമ്മർദ്ദം പെടാതെ ടീമിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയറിൻ്റെ ദൗത്യം. അതിൽ സഞ്ജു 100% നീതി പുലർത്തി. അതുകൊണ്ട് തന്നെ സഞ്ജുവിനായിരിക്കും ആദ്യ ചോയ്സ്. അഭിഷേകിൻ്റെ കാര്യം എടുത്ത് അഭിഷേക് എല്ലാ മാച്ചിലും നന്നായിട്ട് കളിച്ചു. ICC ടൂർണമെൻറ്റിൽ പരാജയമായി. അതുകൊണ്ട് എക്സ്പീരിയൻസ് ആയ പ്ലെയറെ മാത്രമാണ് ടീമിലേക്ക് എടുക്കുക. സഞ്ജുവിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഏകദിന സീരീസിൽ സഞ്ജു സെഞ്ചുറി അടിച്ച് മിന്നിച്ചെങ്കിലും പിന്നെ സഞ്ജുവിൻ്റെ ഏകദിനത്തിൽ ചാൻസ് കിട്ടിയില്ല. ഇനി അങ്ങനെ സഞ്ജുവിനെ കണ്ടില്ല എന്ന് വെക്കാൻ ഗൗതം ഗംഭീറിനും ടീം മാനേജ്മെൻറ്റിനും സാധിക്കില്ല. അജിത് അഗർകർ എന്ത് പറഞ്ഞാലും ശരിയാണ്. ആ തെണ്ടിയിലെ ഒരു മൂലയ്ക്കൽ അടിച്ചിരുത്തിയിട്ട് ഗംഭീർ കളിപ്പിക്കും നമ്മുടെ ചുണക്കുട്ടന്മാരെ. അപ്പോൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. IPL വരുവാണ്. നമ്മളെല്ലാ മത്സരത്തിലും ഗീവ് അവേ വെക്കാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, വിജയിക്കുക.